2 തവണ പോയിട്ട് നടക്കാതെ ലാസ്റ്റ് 10 ടിക്കറ്റ് ഒപ്പിച്ച് പടം കണ്ട പാട്. ആദ്യം തന്നെ പറയാം, ഞാൻ ഒരു ഗെയിം ലവർ ഒന്നുമല്ല, മോർട്ടൽ കോമ്പാറ്റ് കളിച്ചിട്ടുമില്ല. ഒരു ജനറൽ ഓഡിയൻസ് ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ് ഞാൻ. സോ ഈ റിവ്യൂവും ഒരു ഔട്ട്സൈഡർ എന്ന നിലയിൽ കണ്ടാൽ മതി. പണ്ട് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് 90s ഒരു മോർട്ടൽ കോമ്പാറ്റ് പടം ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ഓർമ്മയൊന്നും ആ പടത്തെക്കുറിച്ചില്ല. 95 പടമാണത്. അന്നത് ഗെയിം ബേസ്ഡ് ആണെന്നോ അങ്ങനെയുള്ള അറിവൊന്നുമില്ല. പിന്നെയാണ് അതൊക്കെ മനസ്സിലായത്. എങ്കിലും ആക്ഷൻ പടങ്ങളൊക്കെ കാണുന്നത് ഇഷ്ടമായിരുന്നുകൊണ്ട് ഞാൻ അന്ന് എൻജോയ് ചെയ്ത് കണ്ടതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഞാൻ അങ്ങനെ പടം കണ്ടിട്ടേ ഇല്ല. എപ്പോഴൊക്കെയോ ടിവിയിൽ ഇങ്ങനെ ചാനൽ മാറ്റി പോകുമ്പോൾ സ്റ്റാർ മൂവീസിലോ ഏതോ ചാനലിലൊക്കെ പടം ഓടുന്ന കണ്ടിട്ടുണ്ട്. ചില സീൻസ് ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ഈ സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിൽ പോയി ഈ റീബൂട്ടിന്റെ 2021 ഇറങ്ങിയ മോർട്ടൽ കോമ്പാറ്റ് ആദ്യത്തെ പടം കഴിഞ്ഞ ദിവസം കുത്തിയിരുന്ന് കണ്ടു. അതെനിക്ക് അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഒരു ബിലോ ആവറേജ് ആക്ഷൻ പടമായിട്ടാണ് തോന്നിയത്. എന്തെങ്കിലും അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് അതിന്റെ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റിലോടൊക്കെ അടുക്കുമ്പോഴായിരുന്നു എന്നാണ് തോന്നിയത്. അങ്ങനെ എന്തായാലും മോർട്ടൽ കോമ്പാറ്റ് 2 ഇന്നലെ രാത്രി ഞാൻ കണ്ടു. കറുകച്ചാൽ മാജിക് ഫ്രെയിംസ് തിയേറ്ററിലാണ് ഞാൻ കണ്ടത്. ഞാൻ 4 മണിക്കുള്ള ഇതിന്റെ ഷോയ്ക്ക് ആദ്യം ഒന്ന് പോയി നോക്കിയായിരുന്നു. അപ്പോൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷോ നടന്നില്ല. പിന്നെ ഇന്നലെ രാത്രി വീണ്ടും ചെന്നപ്പോൾ 7 പേരുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ ടിക്കറ്റ് കൂടിയൊക്കെ എടുത്തിട്ടാണ് ഈ പടം കണ്ടത്. സൈമൺ മക്കോയാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ അമേരിക്കൻ മാർഷൽ ആർട്സ് ഫാന്റസി പടത്തെക്കുറിച്ച്. ഫസ്റ്റ് പാർട്ടിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് ഈ പടം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ 1ാം ഭാഗം കാണുക, എങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അതിലുള്ള ക്യാരക്ടേഴ്സിനൊപ്പം ഇത്തവണ പുതുതായിട്ട് കെറ്റാന, ജോണി കേജ് എന്നിവരും കൂടെ വരുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഔട്ട് വേൾഡിലെ യോദ്ധാക്കൾക്കെതിരെ മോർട്ടൽ കോമ്പാറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതൊക്കെയാണ് ഈ പടം പറയുന്നത്. ഒരു ഫൺ വാച്ച് ആക്ഷൻ പടമാണിത്. കുറച്ച് ചില ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. അതെനിക്ക് കിട്ടുകയും ചെയ്തു. അതല്ലാതെ ഒരു വലിയ ഗംഭീര സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റോ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതൊന്നും ഈ പടത്തിൽ നിന്ന് കിട്ടിയില്ല. ഈ ഒരു ഗെയിമിന്റെ അല്ലെങ്കിൽ ഈ പടത്തിന്റെ ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്ന ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരുക്കിയ ഒരു സിനിമയാണിത്. അവർക്കത് നോർമൽ ഓഡിയൻസിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് കണക്ട് ആവുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി കണ്ടു. ആൻഡ് ഇറ്റ് വാസ് ഫൺ. പിന്നെ ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ സെക്കൻഡ് പാർട്ട് മേക്കിംഗ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ, ടെക്നിക്കൽ സൈഡ്, മൊത്തം എന്റർടൈൻമെന്റ് വൈസ് എല്ലാം 100% ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ജോണി കേജിന്റെ ക്യാരക്ടറാണ് എനിക്ക് പടത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത്രയും ആക്ഷൻ സീക്വൻസുകളൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ ചില തമാശകളൊക്കെ കൊണ്ട് പടം കുറച്ചുകൂടെ ഒന്ന് ലൈവായിട്ട് മാറുന്നുണ്ട്. കുറേയധികം സിനിമകളുടെയൊക്കെ റെഫറൻസ് കോമഡി ആയിട്ട് പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രസം ഉണ്ടായിരുന്നു, അതൊക്കെ വർക്കായിരുന്നു. പിന്നെ ഇതിൽ ആക്ഷൻ കൊറിയോഗ്രഫിയാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ചിലയിടങ്ങളിൽ അല്പം ആവർത്തന വിരസത തോന്നിക്കുന്ന ആക്ഷനുകളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കൊണ്ടുവന്നിട്ട് അവർ ആക്ഷൻ സീനുകൾ എൻഗേജിംഗ് ആയിട്ട് ഒരുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ് ഒക്കെ അതിന് സഹായകരമായിട്ടുമുണ്ട്. ജോണി കേജ് ആയിട്ട് വന്ന കാൽ ആർബൻ, അതുപോലെ കെറ്റാനയായിട്ട് വന്ന ആഡ്ലിൻ റെഡോൾഫ്, സോണിയായിട്ട് വന്ന ജെസിക്ക മാക്നമി, ഇവർക്കാണ് ഇത്തിരി കൂടുതലായിട്ട് എന്തെങ്കിലും പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ചെയ്യാനുള്ളത്. കഴിഞ്ഞ പാർട്ടിൽ ഹീറോ ആയിരുന്ന കോൾ യങ്ങിന്റെ ക്യാരക്ടറിന് ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇപ്പോ പേട്രിയറ്റ് സിനിമ കണ്ടിട്ട് മോഹൻലാലിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ചിലർ പറയുന്നത് പോലെ ഒരു ചെറിയ നിരാശയായിരുന്നു ആ ഒരു ക്യാരക്ടർ സമ്മാനിച്ചത്. ല്യൂ കാങ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ ഡീസന്റ് ആയിട്ടാണ് തോന്നിയത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ലാസ്റ്റിലെ ട്രാക്ക് ഒക്കെ നൈസ് ആയിരുന്നു. ഗ്രാഫിക്സ് ചിലയിടങ്ങളിൽ അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ബെറ്റർ ആണ്. കാര്യമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഒന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് പടത്തിന്റെ മെയിൻ നെഗറ്റീവ്. കാറ്റാന എന്ന ക്യാരക്ടറിനെ വെച്ചിട്ട് കുറച്ച് ഇമോഷണൽ ആക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അതൊന്നും അത്രയ്ക്ക് ഇഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയൊരു സ്ക്രിപ്റ്റിനോ അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റിനോ ഒന്നും ഇതിൽ സ്കോപ്പും ഇല്ല. സോ മൊത്തത്തിൽ ചുമ്മാ സമയം കളയാനായിട്ട് പറ്റിയ ഒരു ഫൺ വാച്ച് ആക്ഷൻ പടമാണിത്. ഈ ഗെയിമും ഫ്രാഞ്ചൈസും ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പടം തൃപ്തിപ്പെടുത്തും, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇതിന്റെ സിനിമകൾ മാത്രം കണ്ട ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കിതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഓക്കേഷ് ആക്ഷൻ പടം അത്രേ തോന്നിയുള്ളൂ. പിന്നെ ഇതൊക്കെ തിയേറ്ററിൽ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒന്ന് വർക്ക് ആവുക. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. ഞാൻ കണ്ട തിയേറ്ററിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ 55 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. കാരണം ഇതിൽ ചില ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.